ദുബായിലെ തവണ തൃശ്ശൂർ പൂരം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോൾ പൂരപ്രേമികളുടെ ഹൃദയം കവരുന്ന കാഴ്ചകൾ അനവധി ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനം ആയിരിക്കാൻ സാധ്യതയുള്ള ഒന്ന് ഇപ്പോഴിതാ തൃശ്ശൂര് പൂങ്കുന്നത്ത് ശ്രീ പ്രസാദിന്റെ വീട്ടിൽ അദ്ദേഹം അണിയിച്ചൊരുക്കുന്ന കുടമാറ്റത്തിന്റെ വർണ്ണ വിസ്മയ കാഴ്ചകൾ തന്നെയായിരിക്കും. നമുക്ക് പ്രസാദിനോട് തന്നെ ചോദിക്കാം കൂടുതൽ വിശേഷങ്ങൾ. പ്രസാദ്, നമസ്കാരം. നമസ്കാരം. ഇവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര ലൈഫ് ഉള്ളതാണ് നിങ്ങളുടെ ഓരോ സൃഷ്ടികളും. ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന് കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണ ദുബായിലേക്ക് ഇത് ഓരോന്നും ഒരുക്കിക്കൊണ്ട് അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം, അത് അണിയിച്ചൊരുക്കാനുള്ള ഇവിടുത്തെ ശ്രമം, പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ അവിടെ ചെന്ന് ചെയ്യാനുള്ള ശ്രമം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. നമ്മളിപ്പോൾ ഈ വർഷം ദുബായ് പൂരത്തിനോട് തയ്യാറാക്കുന്നത് നമ്മുടെ വടക്കുന്നാഥൻ അമ്പലമാണ് മെയിനായിട്ടുള്ള ഒരു വർക്ക്. അത് നമ്മുടെ അമ്പലത്തിൻ്റെ അതേ തനിമ നിലനിർത്തി അതേ വലുപ്പത്തിൽ തന്നെ വടക്കുന്നാഥൻ അമ്പലം അവിടെ റീക്രിയേറ്റ് ചെയ്യാണ്. അതിന് നട തുറന്നിട്ടാണ്, ആന ഇറങ്ങിയിട്ടാണ്, പൂരവിളംബരത്തോടുകൂടിയാണ് ദുബായ് പൂരം ഈ വർഷം തുടങ്ങുന്നത്. പിന്നെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു വശത്ത് പാറമേക്കാവ് അമ്പലവും മറുവശത്ത് തിരുവമ്പാടി അമ്പലവും നമ്മൾ മിനിയേച്ചർ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഒരു പകുതി മുക്കാൽ പണി ഇവിടെ ചെയ്തിട്ട് പിന്നെ ഫൈനലി എന്താ അവിടെ ചെന്ന് അങ്ങനെയാണോ എൻ്റെ നിർമ്മാണം? ഇവിടെ നമ്മൾ അതിന് പീസ് വർക്കുകൾ ചെയ്തിട്ട് ഷിപ്പ് ചെയ്യും. അതിന് ഫൈനൽ വർക്ക് ദുബായിൽ പോയിട്ട് ചെയ്യുന്നു. പ്രസാദ് തന്നെ? ഞാനും എൻ്റെ കൂടെ ആൾക്കാരും. എന്തൊക്കെയാണ് ഇത്തവണ അണിയിച്ചൊരുക്കിയിരിക്കുന്ന അത്തരത്തിലുള്ള വർണ്ണക്കാഴ്ചകൾ എന്തൊക്കെയാണ്? വർണ്ണക്കാഴ്ചകൾ വളരെ പ്രത്യേകത പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അവിടെ ഒരു കുടമാറ്റം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം തിരുവമ്പാടി പാറമേക്കാവ് 2 വിഭാഗമായിട്ട് കുടമാറ്റ മത്സരം തന്നെ നടത്തുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്ത് നടക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു ഭാഗത്ത് തിരുവമ്പാടിയും മറുഭാഗം പാറമേക്കാവ് നിന്നിട്ട് ഒരു 30 സെറ്റോളം കുടകൾ മാറുന്നുണ്ട്. അതിന് വേണ്ട ഒരു 25 സെറ്റ് മുത്തുകുടകൾ നമ്മളിവിടെ തയ്യാറാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിന് പുറമെ ബാക്കിയുള്ള സ്പെഷ്യൽ കുടകളും ഇവിടെ തയ്യാറാക്കി അടുത്ത ദിവസങ്ങളിലായിട്ട് ഷിപ്പിംഗ് ആണ്. അതിലൊരു ടീം വർക്ക് ഉണ്ടല്ലോ, ഏതൊക്കെ വിഭാഗം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ അങ്ങനെ ഒരു കൂട്ടായ്മകളുടെ ജോലി, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇത് ഏകദേശം നമ്മൾ 15ഓളം ആൾക്കാരുണ്ട് കൂടെ. അത് ക്ലേ മേക്കേഴ്സ് ഉണ്ട്, ഫൈബറിൻ്റെ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെൽഡേഴ്സ് ഉണ്ട്, പെയിൻറ്റേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാ വിഭാഗത്തിനും. പിന്നെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കിയിട്ട് ഇപ്പോൾ വടക്കുന്നാഥൻ്റെ തേക്കിൻകാട് അമ്പലം വരെ തൃശ്ശൂർ പൂരം കൂടെ മാറ്റുന്ന സമയത്ത് എത്തിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കണ്ടാൽ അത്ഭുതപ്പെടുക. അപ്പോൾ ഇവിടെ നിന്ന് ദുബായിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പറയാമോ? ഇതിലവിടെ എത്തിക്കുന്ന പറയുന്നത് ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. എന്നുവെച്ചാൽ ഡാമേജ് ആവാൻ പാടില്ല, സ്ക്രാച്ച് വിടാൻ പാടില്ല, അത്രയും കെയറിങ് ആയിട്ട് നമ്മളത് പാക്ക് ചെയ്യണം. പിന്നെ തൃശ്ശൂർ പൂരത്തിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ നാട്ടുകാരുണ്ടാവും, ദേവസ്ഥക്കാരുണ്ടാവും. ഇതൊരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ സംഭവമാണ്. നമ്മൾ എറണാകുളത്തേക്ക് എത്തിക്കണം, അവിടുന്ന് ഷിപ്പിങ്, ഒരുപാട് റിസ്ക് ഇതാണ്. ഒരുപാട് വർക്കുകൾ ദുബായ് പുറത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിയൊരു വർക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കറിയാം പ്രസാദ് ഒരു അധ്യാപകനാണ്, ആർട്ട് ടീച്ചറാണ്, മറ്റൊരു പ്രൊഫഷനുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നടക്കുന്നു. എന്ന് മുതലാണ് ഇങ്ങനെ ഒരു രംഗത്തേക്ക് വരുന്നത്? എങ്ങനെയായിരുന്നു തുടക്കം? നമ്മൾ തൃശ്ശൂർക്കാരാണല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് കലകളും പൂരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഓണത്തിൻ്റെ പുലിക്കളിയുടെ ഭാഗമായിട്ട് വരക്കിലും ടേബിളോ ശീലൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അടുത്ത ഘട്ടം തന്നെ തൃശ്ശൂർ പൂരത്തേക്ക് കടന്നു. ഇപ്പോൾ ഒരു 18ാമത്തെ വർഷമായി സ്പെഷ്യൽ കുടകൾ തൃശ്ശൂർ പൂരത്തിന്. അതായത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇരുവിഭാഗങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. തൃശ്ശൂർ പൂരം ഇത്ര ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തത് ശക്തൻ തമ്പുരാൻ്റെ ദീർഘവീക്ഷണമാണ്. ഏറ്റവും നമ്മൾ ആദരിക്കുന്ന, ആരാധിക്കുന്ന പ്രഗത്ഭമായിട്ടുള്ള വ്യക്തിത്വമാണ് ശക്തൻ തമ്പുരാൻ. ഇത്തവണ ദുബായ് തൃശ്ശൂർ പൂരത്തിന് ശക്തൻ തമ്പുരാൻ്റെ ഒരു രൂപം തയ്യാറാക്കുന്നുണ്ടല്ലേ? ആ വിശേഷങ്ങൾ ഇവിടെ ഒന്ന് കേൾക്കണം. തൃശ്ശൂരിൻ്റെ തന്നെ അഭിമാനസ്വമായ ശക്തൻ്റെ സ്റ്റാച്ചു കൂടി നമ്മൾ ഈ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ദുബായിലേക്ക് ചെയ്യുന്നു. അത് ഏകദേശം ഒരു 10 അടിയോളം ഉയരത്തിലുള്ള ഒരു ഫൈബർ സ്റ്റാച്ചു. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 75% വർക്ക് കഴിഞ്ഞു. ഇനി എൻ്റെ കാസ്റ്റിംഗ് നടക്കണം. ഏകദേശം 2 ദിവസമുള്ളത് തീരും. ഇത്തവണ പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള മത്സരാത്മകമായ കുടമാറ്റമാണ് ദുബായിൽ നടക്കുന്നത് അല്ലെ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുള്ള പുതുമയാണത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷന് കളർ നൽകാൻ, അതിനെ കളർഫുൾ ആക്കാനായിട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഓരോ കോമ്പറ്റീഷനും കൂടെ. അതെ, തീർച്ചയായും. അത് പൂരാസ്വാദകർ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്രസാദിൻ്റെ ഈ ശ്രമങ്ങളെല്ലാം അത്തരത്തിൽ വലിയ തരത്തിലുള്ളൊരു അഭിനന്ദനം നേടാൻ വകുപ്പുള്ളതാണ് ഈ ഓരോ വർക്കുകളുണ്ട്. വലിയ സന്തോഷം പ്രസാദ്, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അണിയിച്ചൊരുക്കുന്ന ഇത്തരത്തിലുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് വർക്കുകൾ, പ്രോപ്പർട്ടീസൊക്കെ കടൽ കടന്ന് ദുബായിലൊക്കെ എത്തുന്നു. അവിടെയുള്ള ആളുകൾക്ക് ഇത് കണ്ട് ആസ്വദിക്കാനുള്ളൊരു അവസരം എടുക്കുന്നു പറയുമ്പോൾ അതൊരു വലിയ ദൈവദത്തമായിട്ടുള്ളൊരു കലയാണ്, കഴിവാണ്. ഇനിയും തുടരുക. എല്ലാ ആശംസകളും.